കർക്കിടക മാസപ്പിറവിയെ വരവേൽക്കുന്ന സംക്രമ ദിനത്തിൽ പാലക്കാട് ജില്ലയിലെ ഗ്രാമീണ മേഖലകളിൽ നൂറ്റാണ്ടുകളായി തുടരുന്ന കാർഷിക സാംസ്കാരിക ആചാരമാണ് ശീബോധി വെക്കൽ. പ്രകൃതിയെയും കൃഷിയെയും കുടുംബത്തിന്റെ ഐശ്വര്യത്തെയും ഒരുപോലെ ആദരിക്കുന്ന ഈ അനുഷ്ഠാനം ഇന്നും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭക്തിപൂർവ്വം ആചരിച്ചു വരുന്നു. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ രാമ രാമ. പഞ്ഞമാസമാണെങ്കിലും കർക്കിടകത്തെ ഐശ്വര്യത്തിന്റെ മാസമായാണ് കണക്കാക്കുന്നത്. മലയാള മാസങ്ങളിൽ ഏറ്റവും വിശുദ്ധവും ആത്മീയ പ്രാധാന്യമുള്ളതുമായ കർക്കിടക മാസത്തിന്റെ ആരംഭത്തോടെയാണ് ശീബോധി വെക്കൽ നടക്കുന്നത്. പണ്ടുകാലം മുതലേ നടത്തിവരുന്ന ഒരു ആചാരമാണ് കർക്കിടക സംക്രമ സമയത്തെ ശീബോധി വെക്കൽ ചടങ്ങ്. പ്രകൃതിയോട് ഇടപഴകി ആചരിക്കുന്ന ഈ ചടങ്ങുകൾ വെറും ആചാരം മാത്രമല്ല, ഓരോ ചിട്ടകൾക്കു പിന്നിലും ഓരോ കാരണവുമുണ്ടായിരുന്നു. അഷ്ടമംഗല്യവും ദശപുഷ്പങ്ങളുമെല്ലാം ഒരുക്കി ഭഗവതിയെ നിലവിളക്ക് കൊളുത്തി എതിരേൽക്കുന്നുവെന്നാണ് സങ്കല്പം. കർക്കിടക മാസം 1 കാലത്ത് ഗൃഹനാഥ കുളിച്ച് ശുദ്ധമായി പുതുവസ്ത്രങ്ങൾ ധരിച്ച് ദശപുഷ്പങ്ങൾ ചൂടി വീട്ടിലെ പൂജാമുറിയിൽ 7 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തിവെക്കുന്നു. ഒരു ഓട്ടുകിണ്ടിയിൽ നിറയെ വെള്ളവും വയ്ക്കുന്നു. ഒരു താലത്തിൽ ദശപുഷ്പങ്ങളും വാൽക്കണ്ണാടിയും വയ്ക്കുന്നു. കറുക, കയ്യോന്നി, പൂവാം കുരുന്നില, മുക്കുറ്റി, ചെറുള, മുയൽച്ചെവിയൻ, കൃഷ്ണക്രാന്തി, നിലപ്പന, തിരുതാളി, ഉഴിഞ്ഞ എന്നിവയാണ് ദശപുഷ്പങ്ങൾ. വീട്ടിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. കർക്കിടക മാസം രാമായണ മാസമായി ആചരിച്ചു വരുന്നു. കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ കിളിമകളോടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. എല്ലാ ക്ഷേത്രങ്ങളിലും ഇക്കാലത്ത് പ്രത്യേക പൂജകളും നടന്നുവരുന്നു. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ കർക്കിടക മാസത്തിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതും പുണ്യമായി കരുതുന്നു. മിഥുനമാസത്തിലെ ദുരിതവും കർക്കിടക മാസത്തിലെ ദുർഘടവും കഴിഞ്ഞ് പൊന്നും ചിങ്ങമാസത്തിലെ തിരുവോണത്തിന്റെ മുന്നോടിയായിട്ടാണ് കർക്കിടക സംക്രാന്തിയെ കാണുന്നത്. കേരളത്തിൽ കർക്കിടക സംക്രാന്തി ദിവസം മുതൽ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു തുടങ്ങുന്നു. UTV ന്യൂസ്, പാലക്കാട്.